18 ജാനുവരി 2019. അന്ന് രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത്. മിക്കാരി എന്ന സിനിമ ഇറങ്ങി, നിവിൻ പോളിയുടെ കഷ്ടകാലവും തുടങ്ങി. തുടക്കം തന്നെ ഒരു ഷാർപ്പ് ഷൂട്ടർ ഒരു കാറിലുള്ള ഫാമിലിയെ കൊല്ലും. അത് ജയിപ്പിച്ചത് അഡാട്ട് ജോർജ് ആണെന്നുള്ള കാര്യം നമ്മുടെ പോലീസെണ്ണം കണ്ടുപിടിക്കും. പുള്ളിനോട് ഒരുപാട് പ്രാവശ്യം വേണ്ടെന്ന് പറഞ്ഞാണെങ്കിലും അഡാട്ട് ജോർജ് എന്ന് പറഞ്ഞാ നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടത്തില്ല സാർ. പുള്ളി അത് കേട്ടില്ല. ലാലേട്ടന്റെ CCL ക്രിക്കറ്റ് മാച്ചിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആകാംക്ഷയോടെ കാത്തിരുന്ന സിദ്ദീഖയുടെ CFL ഫുട്ബോൾ മാച്ച് നടക്കുന്ന ഗ്രൗണ്ടിലേക്കാണ് നമ്മുടെ പോലീസെണ്ണൻ എത്തുന്നത്. പുതിയ പയ്യനല്ലേ, ഇച്ചിരി കാശ് കൊടുത്ത് ഒതുക്കാന്ന് വെച്ച് ജോർജ് ഇങ്ങനെ പറയും. പുതിയ ആളല്ലേ, ഓഫീസിലേക്ക് വന്നാ മതി. പക്ഷേ ഓഫീസിലേക്ക് വന്ന് നിന്റെ പുട്ടും പഴമും കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് കൂട്ടേണ്ട. സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല രീതിക്ക് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് നമ്മുടെ പോലീസെണ്ണൻ. അതുകൊണ്ട് തന്നെ പുള്ളി ഗോൾ പോസ്റ്റിൽ തൂങ്ങിക്കിടന്ന് നെക്ക് വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. കൂടെ ജോലി ചെയ്യുന്നവൻ അവന്റെ പെങ്ങടെ കല്യാണത്തിന് തന്നെ വിളിച്ചില്ല എന്നും പറഞ്ഞ് കഴിഞ്ഞോ? എന്നിട്ട് നീ എന്നെ വിളിച്ചില്ല. ജോർജ് അവനെ അങ്ങോട്ട് കൊല്ലും. പിന്നെ അല്ലാണ്ട് കല്യാണത്തിന് വിളിച്ചില്ലെങ്കിൽ ദേഷ്യം വരില്ല. അവനെ തീർത്ത് പാട്ടൊക്കെ പാടി പോകുന്ന ജോർജിനെ വേറെ ആരോ തീർക്കും. ഇതൊന്നുമല്ല എന്നെ ടെൻഷൻ അടിപ്പിക്കുന്നത്. നെക്ക് വർക്കൗട്ട് കഴിഞ്ഞ നമ്മുടെ പോലീസെണ്ണൻ ഇതുവരെ വന്നിട്ടില്ല. ഇനി പുള്ളിക്ക് എന്തെങ്കിലും പറ്റി കാണോ? പക്ഷെ സീനില്ല. പുള്ളിക്കാരൻ വേറെ 2 പോലീസുകാർ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ജോർജിന്റെ അനിയൻ മാർക്കോടെ എൻട്രി. പുള്ളി ചേട്ടനെ കഷ്ടമാണ്, വെറുതെ പോയ ഒരുത്തനെ. ഒരു ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു കാര്യം പറയാനുണ്ട്, ആ ഗ്ലാസ് ഒന്ന് താത്തു. എന്നിട്ട് പുള്ളി അവനെ തീർക്കും. ജോർജിന് ഫുട്ബോൾ ആണെങ്കിൽ മാർക്കോക്ക് ക്രിക്കറ്റാണ്. അത്ര ഭീകരനായ ജോർജിനെ കൊന്നത് ഒരു ബുദ്ധിമാനായ ഡോക്ടറാണെന്ന് നമ്മുടെ പുതിയ പോലീസെണ്ണം കണ്ടുപിടിക്കും. കാരണം വല്ല കത്തിയോ തോക്കൊക്കെ ഉപയോഗിച്ച് ജോർജിനെ കൊല്ലാമായിരുന്നിട്ടും ഭയങ്കര ഇന്റലിജന്റ് ആയ ഈ കൊലയാളി സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് കൊന്നത്. ആ ഇന്റലിജന്റ് ആയ ഡോക്ടറാണ് നമ്മുടെ നിവിൻ പോളി. ഹനീഫ് സാർ, നിവിൻ പോളിക്ക് വേണ്ടിയുള്ള ഇൻട്രോ BGM എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? വേറെ പടത്തിലെ സാമ്പിൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചിട്ടേക്കാമോ? ഞാൻ നോക്കട്ടെ. കോഫി? അയ്യോ സാർ, നീ കഴിച്ചോണ്ടിരിക്കാണോ? ഞാൻ ചക്ക തിന്നോണ്ടിരിക്കായിരുന്നു. എന്തേ? ചക്കയോ? സാർ നല്ലൊരു കിടിലൻ സാധനം കിട്ടി. നിവിൻ പോളി നല്ലൊരു ഡോക്ടറാണ്. ഒരു രാഷ്ട്രീയക്കാരൻ ആക്സിഡന്റ് പറ്റി കൊണ്ടുവന്നു, ഒരു ഇഞ്ചക്ഷൻ കൊടുത്തോ ആള് പോയി. പുള്ളി അത്ര നല്ലവനല്ല. കാരണം പണ്ട് ചെറുപ്പത്തില് കളിപ്പാട്ടം മേടിച്ചെന്നില്ല എന്നും പറഞ്ഞ് നിവിൻ പോളി അച്ഛനെ എടുത്ത് കാർ ഓടിച്ച് കാറ് ക്രാഷാക്കി അച്ഛനെ കൊന്നവനാണ്. വേണോ? ഈ നിവിൻ പോളിക്ക് ഒരു പെങ്ങളുണ്ട്. അവളൊരു കരാട്ടക്കാരിയാണ്. അവളുടെ പേര് ജെന്നി. ജെന്നി കരാട്ട പഠിക്കുന്നിടത്താണ് ജോർജിന്റെ മോൻ ഇച്ചാബിയും പഠിക്കുന്നത്. അവനെ ഇവള് തല്ലും. അതിന്റെ വിഷമത്തിൽ ഇവൻ സ്കൂളിന്റെ മുകളിൽ നിന്ന് ചാടിച്ചാവും. എന്തായാലേ അതിനുശേഷം സ്കൂളിലും വീട്ടിലും ജെന്നി എപ്പോൾ നോക്കിയാലും ജോർജ് അവിടെയൊക്കെ ഉണ്ട്. ആ സ്നേഹം കണ്ട് പുള്ളിക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ പറയും, ആ ടെറസിൽ മോള് പോണം, എന്നിട്ട് അവൻ ചാടിയതുപോലെ മോളും അവിടെ നിന്ന് ചാടണം. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, മുതിർന്നവരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് പറ്റണമെങ്കിൽ സാധിച്ചു കൊടുക്കണമെന്ന്. അതുകൊണ്ട് പുള്ളിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ജെന്നി ചാടാൻ പോകുമ്പോൾ നിവിൻ പോളി വന്ന് അവളെ പിടിച്ചു മാറ്റും. ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയ നിവിൻ പോളി വീട്ടിൽ സംശയാസ്പദമായി എന്ത് കണ്ടാലും ഇടപെടാൻ തുടങ്ങി. അങ്ങനെ സംശയാസ്പദമായി ഒരു ക്രിസ്തുമസിന് സാന്റയെ കണ്ടു. അതിനെ തല്ലിച്ചതച്ച് മാസ്ക് ഊരി നോക്കിയപ്പോൾ സ്റ്റെപ്പ് ഡാഡി ആയിരുന്നത്. മാർക്കോടെ വീട്ടിൽ വെള്ളം തീരുമ്പോൾ നിവിൻ പോളിയുടെ വീട്ടിൽ വന്നാണ് കുളിക്കാറ്. അത്ര തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു ഇവര്. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? തിന്നണതല്ലേ തുറന്ന് വായി ഉറന്ന തീറ്റക്കാര്യം മാത്രമാണ് മാർക്ക് പറയുന്നത്. വയറ്റിലുള്ള തീട്ടത്തിന്റെ ബലത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോണേ. ഒരു ദിവസം തൂറ്റൽ പിടിച്ച അതുകൊണ്ട് ഇപ്പൊ അവർ ഫ്രണ്ട്സ് അല്ല. അറ്റ് ലാസ്റ്റ് മാർക്കോ ജെനിയെ പിടിച്ചു വെച്ച് ചാടാൻ ഭീഷണിപ്പെടുത്തും. പക്ഷെ നിവിൻ പോളി വന്ന് മാർക്കോയായിട്ട് ഫൈറ്റ് ചെയ്യും. നിവിൻ പോളിയെ മാർക്കോ തല്ലി താഴെ ഇടും. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. പിന്നെ സർജിക്കൽ ബ്ലേഡിന് ചിക്കന് വരണ പോലെ മാർക്കോയുടെ മേല് മൊത്തം വരെയും. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓർഗൻസ് മൊത്തം ഡൊണേറ്റ് ചെയ്യും. അതെങ്ങനെ ഡോണറിന് അനുവാദമില്ലാതെ ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് തൊട്ട് മുൻപത്തെ സീനിൽ മാസ് ഡയലോഗ് പറയുന്നതിന്റെ ഇടയ്ക്ക് മാർക്കോ തൊട്ടടുത്തിരുന്ന ഒരു പേപ്പറിൽ എല്ലാ കോളും ടിക്ക് ചെയ്ത് കൊടുക്കണ്ടായിരുന്നു. അത് നമ്മുടെ നിവിൻ പോളി അറിഞ്ഞു. അങ്ങനെയാണ് ഇങ്ങനെ ആയത്. മണ്ടേ. ഇങ്ങനൊരു പടം ഉണ്ടാക്കിയതിൽ ബെനിഫിറ്റ് ഉണ്ടായത് ഉണ്ണിമുന്തനും ഹനീഫ് അദേനിക്കാണ്. കാരണം